റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. ജൽജീവൻ മിഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ തുക അനുവദിച്ച് സർക്കാർ. സംസ്ഥാന സർക്കാർ വിഹിതമായി 500 കോടിയാണ് അനുവദിച്ചത്. തുക കരാറുകാരുടെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കും. തുക അനുവദിച്ചതോടെ കേന്ദ്രവിഹിതത്തിനായി സർക്കാർ ശ്രമം തുടങ്ങി. ഗ്രാമീണ റോഡുകളിലെ നരകയാത്ര വാർത്തയാക്കിയുള്ള റിപ്പോർട്ടർ മെഗാ ലൈവത്തോണിന് പിന്നാലെയാണ് നടപടി. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ 10,000-ഓളം ഗ്രാമങ്ങളിലെ 10,000-ഓളം കിലോമീറ്റർ റോഡിലുള്ള മനുഷ്യര് എന്തായാലും വലിയ സന്തോഷമായിരിക്കും. ഞാനിപ്പോൾ മിനിസ്റ്ററുടെ അടുത്തൊന്ന് സംസാരിക്കണം. മിനിസ്റ്റർ ഇപ്പോൾ തത്സമയം നമുക്ക് പോകുന്നുണ്ട് ടെലിഫോണിൽ. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ് ശ്രീ റോഷി. വെരി ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷമുള്ളൊരു വാർത്തയാണ്. ഞങ്ങൾ അല്പം വേദനിപ്പിച്ചു എന്നറിയാം, പക്ഷേ എങ്കിലും ആ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? പണം അനുവദിച്ചു അല്ലേ? അതെ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടറിനെ കണ്ടിരുന്നു. അപ്പൊ ഞാനത് സംസാരിച്ചിരുന്നു. അത് ആ ദിവസം തന്നെ ഞാൻ മറുപടി പറഞ്ഞ ദിവസം തന്നെ ഈ വൈകുന്നേരം നമുക്ക് 500 കോടി രൂപ നമ്മളിപ്പം ഇതാക്കി. അത് സെൻട്രൽ ഏപ്രിൽ മാസത്തോടു കൂടി സെൻട്രൽ നിന്നുള്ള റിലീസുകൾ വരുമ്പോഴത്തേനും നമുക്ക് അത് നല്ല രീതിക്ക് മാറ്റം വരുത്താനായിട്ട് കഴിയും. വെരി ഗുഡ്. മാത്രമല്ല, ഒരു പ്രധാന കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഇത്തരം വലിയ പദ്ധതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോൾ പ്രായോഗികമാണോ എന്നൊക്കെ ഒരുപക്ഷെ ആലോചിക്കാമെങ്കിൽ പോലും എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തി. ഞാൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ കണ്ടത് ഒക്കെ മൈക്രോ സ്കീംസ് മുഖാന്തരം കുടിവെള്ളം എത്തിക്കുന്നു എന്ന നില വിട്ടിട്ട് നമുക്ക് സസ്റ്റൈനബിൾ സോഴ്സിൽ നിന്നാണ്, നല്ല ഡാമുകളിൽ നിന്നും നദികളിൽ നിന്നും പുഴകളിൽ നിന്നും ഒക്കെ വെള്ളം എടുത്ത് എത്തിക്കാനുള്ള പ്രവണതയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ തുടങ്ങുന്ന ഘട്ടത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പൊ 2.5 വർഷക്കാലം കൊണ്ട് നമുക്ക് 17 ലക്ഷം എന്നത് ഏകദേശം 40 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തി. ഇനി നമുക്കൊരു 30-32 ലക്ഷം കുടുംബങ്ങളിലാണ് എത്താനുള്ളത്. പുതിയ പ്ലാന്റുകളും ടാങ്കുകളും അനുബന്ധ സൗകര്യങ്ങളും നമുക്ക് ഈ 6 മാസക്കാലം കൊണ്ട് പ്രവർത്തനസജ്ജമാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏതാണ്ട് 85% കുടുംബങ്ങളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കുന്നു എന്നുള്ളത് ചരിത്രപരമായ. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം 100% വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തും. ഇപ്പം നമ്മൾ 100 പഞ്ചായത്തുകൾ പൂർണ്ണമായി. അത് ഈ വരുന്ന ഒക്ടോബർ ആകുമ്പോഴേക്കും ഏതാണ്ട് 500 ഗ്രാമപഞ്ചായത്ത് അടുത്ത് എത്തിക്കത്തക്ക നിലയിലുണ്ട്. ഇപ്പം 10ഓളം നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായി കുടിവെള്ളം കൊടുത്തു കഴിഞ്ഞു. അപ്പം ആ നിലയിൽ നമ്മൾ മുന്നേറുന്നുണ്ട്. അപ്പൊ നല്ല സഹകരണം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ റോഡുകൾ പൊളിഞ്ഞു കിടന്നു എന്നുള്ളത് ഒരു പ്രധാന കാരണമായി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഞങ്ങൾ ശ്രദ്ധിച്ചു. നമ്മൾ കാണേണ്ടത് 1,02,000 കിലോമീറ്റർ റോഡുകൾ ഇതിന്റെ ഭാഗമായി കേരളത്തിൽ പൊളിയേണ്ടി വരും. അതിൽ 51,000 കിലോമീറ്റർ റോഡുകൾ പൊളിച്ചതിൽ 41,100 കിലോമീറ്ററുള്ള റോഡുകൾ നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 9,900 കിലോമീറ്റർ ആണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടി വരുന്ന തുകയും ഈ ആദ്യത്തെ 1, 2, 3 ഘട്ടം വന്നതിന് റിസർവേഷൻ തുക ഇല്ലായിരുന്നെങ്കിൽ പോലും കേന്ദ്രത്തിൽ നമ്മൾ വളരെ കാര്യമായി ഇടപെട്ട് അതിനാവശ്യമായ തുകയെ നമുക്ക് ലഭ്യമാക്കി. അപ്പൊ അതും കൂടെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടതിൽ ഖേദിക്കുന്നെങ്കിലും ശുദ്ധജലം വീടുകളിൽ ടാപ്പുകളിൽ എത്തുന്ന ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ട്രീറ്റ് ചെയ്ത വെള്ളം, പരിശോധനയ്ക്ക് വിധേയമാക്കിയ വെള്ളം എല്ലാവരിലും എത്തുന്നു എന്നുള്ള വലിയ സംതൃപ്തി നമുക്കുണ്ട്. റിസൾട്ട് ആകുമ്പോഴേ നമുക്ക് ജനങ്ങളിൽ ആ സന്തോഷിക്കാൻ കഴിയും. നല്ലൊരു കാര്യമാണ് മിനിസ്റ്റർ. അത് നമ്മൾ എടുത്തു തന്നെ പറയണം. മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ലോക ജലദിനം കൂടിയാണ്. അതെ, ലോക ജലദിനം കൂടിയാണ്. ഞാനത് ശ്രദ്ധിച്ചു. ലോക ജലദിനത്തില് ഇപ്രാവശ്യത്തിന് തീം തന്നെ ഒന്ന് നോക്കി. ഈ മഞ്ഞുപാളികള് നമ്മള് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരതിന്റെ ഒരു അത് സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഭയങ്കരമായിട്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലോ. ഇപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോലും നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 270 കോടി ജനം കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ടെന്നും 1 മാസമെങ്കിലും കുടിവെള്ളം കിട്ടാത്തതിന്റെ കണക്കെടുത്താൽ 400 കോടി കഴിയും എന്ന് പറയുമ്പോൾ ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്തും അപ്പുറയും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയും പ്രതിഭാസവും കാണുന്ന ഇടയിലാണ് നമുക്കിന്ന് ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കാൻ പോകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സന്തോഷമുണ്ട്. ഓക്കെ, സന്തോഷം. ആ സന്തോഷം മിനിസ്റ്റർ പങ്കിടുന്നു. ഞങ്ങളും ആ സന്തോഷം പങ്കിടുന്നു. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ്. ഓക്കെ, ഇപ്പോൾ മിനിസ്റ്റർ റോഷി അഗസ്റ്റിനാണ് നമുക്കൊപ്പം ചേർന്നത്. 500 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ തുടർന്ന് റോഡുകൾ നന്നാക്കാനുള്ള പണവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോടാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ആ വാർത്താ സംഘത്തിന്. ഏതായാലും നമ്മൾ പലയിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ
റിപ്പോർട്ടുകൾ കാണിച്ചു. ആ ദിവസം തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായി. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 500 കോടിയിൽ ഇനി അവശേഷിക്കുന്ന ഏകദേശം 10,000 കിലോമീറ്ററോളം 9,400 കിലോമീറ്ററോളം റോഡുകൾ കൂടി നന്നാക്കാനുള്ള പണമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അതിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 4,500 കോടി രൂപയാണ്, 4,500ഓളം കോടി രൂപയാണ് കരാറുകാർക്ക് നിലവിലുള്ള കുടിശ്ശിക. പക്ഷേ 500 കൊണ്ട് ഇത് തികയുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും റോഡുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടി അടിയന്തരമായി ചെയ്യും എന്നുള്ളതാണ്. കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നാൽ അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രതിസന്ധി, പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് കൃത്യമായ ഉറപ്പുണ്ട് സർക്കാരിന്. അതുകൊണ്ടാണ് അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ വരുന്നത്. റിപ്പോർട്ടർ TV നാട്ടുകാരുടെ, ഗ്രാമീണ ജനതയുടെ നരകതുല്യമായ യാത്രാ വിവരം റിപ്പോർട്ടർ TV മെഗാ ലൈവത്തോണായി പുറത്തെത്തിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ 500 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ഇനി 974 കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ടത്. അതുകൊണ്ട് അതുകൂടി ലഭ്യമാക്കിയെടുക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തിടുക്കപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്യുന്നത്. അടിയന്തരമായി തന്നെ ഈ റോഡുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകും. നമ്മൾ ലൈവത്തോണിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകളിലും അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെങ്കിലും ഇത് ശരിയാവോ മക്കളെ എന്നായിരുന്നു ചോദ്യം. അത് വാർത്തയിലൂടെ, അത് മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിലൂടെ അത് യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. അതൊരു പരിഹാരം ഒരു ഭാഗികമായെങ്കിലും ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് സന്തോഷകരം. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ആദിൽ.